ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഓട്സ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ നോക്കുവാണേ. അതിനായിട്ട് ഓട്സ് എടുത്തത് ഈ പരുവത്തിലുള്ള ഓട്സ് വേണേ. ഓട്സ് എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ച് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ച് എടുക്കണം. അങ്ങനെ എടുത്തതാണിത്. ഇതിനിനി ആവശ്യമായ തേങ്ങ ചുരണ്ടണം. ഒരു മുറി തേങ്ങ മതി. ഒരു മുറി തേങ്ങ ചുരണ്ടി എടുക്കട്ടെ. ഓട്സ് പൊട്ടിലേക്ക് ആവശ്യമായ ഉപ്പ്, ഒരു മുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇവിടെ തേങ്ങ നല്ലതുപോലെ വേണം പുട്ടിന്. ഒരു മുറി തേങ്ങ എടുത്തു. പിന്നെ ചെറിയ ചൂടോടെയുള്ള വെള്ളം, നമുക്ക് കൈ പൊള്ളില്ല അതുപോലെ ചെറിയ ചൂടോടെ വെള്ളം. പിന്നെ ജീരകത്തിൻ്റെ സ്വാദ് ഇഷ്ടമാണെങ്കിൽ ജീരകം അതൊന്ന് കൈ കൊണ്ടൊന്ന് ഇങ്ങനൊന്ന് ഞെരടി, ഇങ്ങനെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടി ഇങ്ങനെ ഇട്ടാൽ മതി ജീരകം അതിലേക്ക്. ഇതിനകത്ത് പാകത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് ജീരകം ഇവിടെ ജീരകം ഇഷ്ടമാണ്. ജീരകത്തിൻ്റെ സ്വാദ് ഇഷ്ടമുള്ളവർക്ക് ജീരകം ചേർക്കാം, അല്ലെങ്കിൽ ജീരകം ചേർക്കണ്ട. ജീരകം ഞാൻ ഇടുകയാണേ. അത് നന്നായി യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് വെള്ളം, ഈ ചെറിയ ചൂടോടെയുള്ള വെള്ളം എടുത്ത് ഇതിലേക്ക് തളിച്ചു കൊടുത്ത് പുട്ടിന് പാകത്തിന് കുഴയ്ക്കണം. കട്ടയായാലും കുഴപ്പമില്ല, അത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി നല്ലപോലെ. അങ്ങനെ ചെയ്യാം. ഇതിനി ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം. തേങ്ങയൊക്കെ ചുരണ്ടി വെച്ച് ഇതൊന്ന് അടച്ച് വയ്ക്കുകയാണേ. ഒരു 10 മിനിറ്റ് ഇരുന്നതിന് ശേഷം നമുക്കിതെടുത്ത് മിക്സിയിലിട്ട് ഒന്നുകൂടെ പൊടിച്ചെടുക്കുക. ഈ കട്ടയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് ഉടഞ്ഞ് കിട്ടും മിക്സിയിലിട്ട് ഒന്നുകൂടെ പൊടിക്കുകയാണെങ്കിൽ. പിന്നെ എന്നിട്ടും ഇത് കട്ടയായിട്ട് തന്നെ കിടക്കുകയാണെങ്കിൽ ഒരു ശകലം ഓട്സ് ചെറുതായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് എന്നിട്ട് പൊടിച്ചെടുത്താൽ മതി. അത് പാകത്തിന് വെള്ളമൊക്കെ ആയിക്കോളും നേരം. എന്നിട്ട് തേങ്ങ ചേർത്ത് ഉണ്ടാക്കാം. 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. കുഴച്ച സാധനം കട്ടയായിരിക്കുന്നുണ്ട്, ഒന്നുകൂടെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുവാണേ. ഇഷ്ടമാണെങ്കിൽ ഒരു സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർക്കാം, മധുരം ഇഷ്ടമാണെങ്കിൽ. പൊടിച്ചെടുത്തു.
അങ്ങനെ സ്വാദിഷ്ടമായ റവ ഓട്സ് പുട്ട് റെഡി. ഇത് കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്.